എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ സ്റ്റൈലില്ല. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ഡോക്ടർ അടുത്ത് പറയുന്നത്. പക്ഷെ ഈ മലയാളം ഡോക്ടർ അടുത്ത് വരുന്നതൊക്കെ പാവപ്പെട്ട അസുഖങ്ങളാണ്. ഈ വാദം, പിത്തം, താരൻ ഇതൊക്കെയാണ് മലയാളം ഡോക്ടർ അടുത്തുള്ളത്. ജാടയൊക്കെ കൂടിയിട്ട് ആണോ എന്നെ ആ സാവു എന്തേന്നൊക്കെ ചോദിച്ചത് ഞാൻ അറിഞ്ഞു. പമ്മി പമ്മി കിച്ചണിൽ പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴോ വലിയ ഐസ്ക്രീമിന്റെ ഫാൻ പാക്ക് ഐസ്ക്രീം വെക്കുന്നു. തുറന്ന് നോക്കിയപ്പോഴോ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പക്ഷെ എനിക്കൊരു പനി വന്ന അമ്മ അച്ഛൻ്റെ അമ്മയോടെ പോയി തർക്ക. ഈ വശത്ത് കഷായം ഇങ്ങോട്ട് അമ്മ, മറുവശത്ത് പാരസെറ്റമോളും കൊണ്ട് അച്ഛൻ. ഇപ്പൊ ഞാൻ കഷായത്തില് പാരസെറ്റമോൾ കഴുകി കുടിക്കേണ്ട എന്തിനാ ഇവിടെ വന്നത് അക്സ? ഞാനേ പൈസ മേടിക്കാൻ വന്നതാ. ായിട്ട് ആക്ടിങ് സ്കിൽസ് ഒക്കെ ഒരുപാട് നിന്നുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ശരി, ഞാൻ കണ്ണു വെട്ടിക്കാൻ ചോദിക്കാം. മോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡബ് സ്മാഷ് ചെയ്യുമോ? ഒരു വിധത്തിൽ അടിക്കാൻ പറ്റില്ലല്ലോ. ഞാനിത് സത്യം ആ എനിക്ക് ഇച്ചിരി വെള്ളം എടുത്തു കണ്ട ഉയർപ്പൊക്കെ ഒഴിച്ചു കാണിയല്ലേ കണ്ട ഉയർപ്പൊക്കെ ഒഴിച്ച് വരുന്നേ. അപ്പൊ അമ്മ ഇങ്ങനെ നോട്ടോ നോക്കിട്ട് കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ പോകും. അപ്പത്തേക്ക് എന്റെ കാർട്ടൂൺ ഞാൻ ഇട്ടിട്ട് റിമോട്ടിന്റെ ബാറ്ററി 2 ഊരി വെക്കും. 2 വയസ്സ് കഴിഞ്ഞ ഞാൻ ആലോചിച്ചു കാശുണ്ടാക്കണോന്ന്. അപ്പോഴാണ് യൂട്യൂബിൽ നോക്കുമ്പോൾ ചേട്ടൻ കാശുണ്ടാക്കും. ഞാനും ഒരു ബിസിനസ് തുടങ്ങി. ഓക്കേ, ഞങ്ങൾ വിരമിക്കുന്നു. എന്താ തരണേ? ഇനി മഞ്ജു ചേച്ചിയുടെ സാബു ഉണ്ടായി മഞ്ജു ചേച്ചിയുടെ വട്ടി ഇച്ചിരിയേ വരത്തുള്ളൂ. അമ്മയ്ക്കൊരു പനി വന്ന പത്തി നോക്കാൻ പറ്റാത്തോണ്ട് അമ്മ പോയി ഇംഗ്ലീഷ് മരുന്ന് വാങ്ങിക്കഴിക്കും. എന്നിട്ട് എല്ലാ മാസവും അമ്മയുടെ മലയാളം മരുന്നിനെ കുറ്റം പറയുന്ന അച്ഛൻ കർക്കിടക മാസം ആകുമ്പോ അമ്മയുടെ മലയാളം മരുന്ന് ഇങ്ങനെ തപ്പിപ്പോ. അതേ ആന്റി, ഞാന് ഇങ്ങോട്ട് വരുന്ന ആഴ്ച ഈ പട്ടേനെ കടിക്കാൻ ഓടിച്ചു. എന്നിട്ട് ആ പട്ടേനെ കഴിഞ്ഞു ആ പട്ടേനെ തിരിച്ചടിച്ചു. കടിക്കുമല്ലോ, എനിക്കറിയാം. അങ്ങോട്ട് നോക്കി. എന്താണ് എന്താ സംഭവിച്ചേ? കടക്കം വെട്ടി. കഴിഞ്ഞ ആഴ്ച എന്റെ അച്ഛൻ വയ്യാതെ ഇത്തിരി വെള്ളം ചോദിച്ചപ്പോ അവള് പടത്തിന് അടപ്പുറന്നിട്ട് മൂക്കിൽ വെച്ച് ഒറ്റ അമർത്ത്. അതിനെന്താ എന്റെ അച്ഛൻ ഇപ്പൊ ശ്വാസം വിടുമ്പോ കട്ട പൗഡ മൂക്കിന്ന് വരുന്നേ. തമാശ കാര്യമൊക്കെ ശരിതാണ്. ഐസ്ക്രീം കഴിച്ചാൽ പനി, തുമ്മൽ, ചുമ എല്ലാം വരും. എന്നാൽ ഞാൻ ഐസ്ക്രീം കുടിക്കും. അമ്മ പറയുന്നത് പാർട്ടിക്കും ബീച്ചിലും ഒക്കെ പോകുമ്പോൾ ഐസ്ക്രീം കഴിക്കുന്നതെന്ന്. അതൊന്നും നിങ്ങൾ ആരെയൊക്കെ ഉണ്ട്? ഐസ്ക്രീം നമുക്ക് എപ്പോ വേണമെങ്കിലും കഴിക്കാം.